നോക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് അവർക്ക് നല്ലതെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈ ഫുഡ് കഴിക്കണം, ആ ഫുഡ് കഴിക്കണം, ഈ ഫുഡ് കഴിച്ചാൽ നല്ലതാണ്, ഈ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ബേബിക്ക് നന്നായിട്ട് മുടി വരും, ബേബിക്ക് നന്നായിട്ട് കളർ വരും, നല്ല ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, ബ്രെയിനിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ പേര് കുറേ ഫുഡുകളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പൊ പക്ഷെ ഇങ്ങനെ ഇതുവരെ ഞാനും കണ്ടിട്ടില്ല. പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫുഡ്സ് ഒക്കെ കഴിക്കൂ എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അല്ലെ ഇതുവരെയ്ക്കും. അപ്പൊ നമ്മൾ ഇന്ന് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫുഡുകൾ ഉണ്ട്. ആ ഒരു ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രഗ്നന്റ് ആവാനുള്ള ജേർണി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് വേഗം തന്നെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്ന ഒരു ടൈം ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്തണം, വൈറ്റമിൻസ് ഉൾപ്പെടുത്തണം, മിനറൽസ്, ഹെൽത്തി ഫാറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നിങ്ങളുടേത്. അത് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറയാൻ പോകുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ഈ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഫുഡിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഫുഡുകളൊക്കെ ഒന്നും കൂടി നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ബാക്കിയുള്ള ഫുഡുകൾ കഴിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ഫുഡുകളുടെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ഫുഡും കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പഴമാണ്. നേന്ത്രപ്പഴമായാലും ചെറുപഴമായാലും നിങ്ങൾ പഴം ഡെയിലി കഴിക്കാം. എന്താ വെച്ചാൽ പഴത്തിൽ നന്നായിട്ട് വൈറ്റമിൻ B6 ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ഫെർട്ടിലിറ്റീനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ സ്പേം കൗണ്ട് ഇൻക്രീസ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ സ്പേമും അതുപോലെ തന്നെ നമ്മുടെ എഗ്സും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഈ ഒരു പഴം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു പഴം നിർബന്ധമായിട്ട് എന്തായാലും കഴിക്കണം. നെക്സ്റ്റ് ഫുഡ് എന്ന് പറയാനുള്ളത്, നെക്സ്റ്റ് വെജിറ്റബിൾ നമുക്ക് ബീൻസ് ആണ്. അപ്പൊ ബീൻസ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കാം. എന്ന് വെച്ചാൽ ഇതിൽ നന്നായിട്ടും അയൺ കണ്ടന്റ് ഉണ്ട്. നമ്മൾ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എപ്പോഴും അയൺ നന്നായിട്ട് വേണം. അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, അയൺ, ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ ആദ്യത്തെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് തന്നെ ഈ ഒരു മെഡിസിൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കണം, ഫോളിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ കാൽഷ്യം ആണ് അടുത്തത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബീൻസ് നിർബന്ധമായിട്ട് കഴിക്കണം. എന്ന് വെച്ചാൽ ബീൻസ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞു കാർബ്സ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാർബ്സ് കഴിക്കുമ്പോൾ കോംപ്ലക്സ് കാർബ്സ് കഴിക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. കോംപ്ലക്സ് കാർബ്സ് എന്ന് വെച്ചാൽ നല്ല കാർബ്സുകൾ കഴിക്കാം. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രൗൺ റൈസ്, നമ്മൾ എപ്പോഴും വൈറ്റിൽ നിന്ന് മാറിയിട്ട് ബ്രൗണിലേക്ക് മാറാം. ബ്രൗൺ റൈസ്, ബ്രൗൺ ഓട്സ്. പിന്നെ മെയിൻ ആയിട്ട് കഴിക്കേണ്ട സാധനം എന്താ വെച്ചാൽ നമ്മുടെ ഇലക്കറികളാണ്. അത് നിങ്ങൾ എന്നും നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ അതിൽ നന്നായിട്ടും വൈറ്റമിൻ B ഉണ്ട്, അതുപോലെ തന്നെ നന്നായിട്ടും ഫോളേറ്റ് ഉണ്ട്. അപ്പൊ ഡെയിലി ചീര, മുരിങ്ങ, എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇലക്കറികൾ കഴിക്കാൻ പറ്റുമോ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാബേജ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ബ്രൊക്കോളി, ഇതൊക്കെ നമുക്ക് നല്ലതാട്ടോ. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇലക്കറികളുടെ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പൊ ഇതിലും ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതലായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് വേവിച്ച് കഴിക്കുക. നന്നായിട്ട് വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉരുളൻകിഴങ്ങ് നിങ്ങൾ കഴിക്കുക. നെക്സ്റ്റ് സീഡുകളാണ്. നമ്മുടെ എല്ലാ സീഡുകളും അതുപോലെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഒരു പംകിൻ സീഡ് ഉണ്ടല്ലോ, പംകിൻ സീഡ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒരു സ്റ്റഡി പ്രൂവ് ചെയ്തിരിക്കുന്നത് ഒരു 40% ഈ ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവര് ഈ ഒരു പംകിൻ സീഡ് കഴിച്ചപ്പോൾ അവരുടെ ഈ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ആയതാണ് ഈ ഒരു പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സീഡുകൾ കഴിക്കുക. പംകിൻ സീഡ്, അതുപോലെ തന്നെ കുറെ സീഡുകളുണ്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്. ഇതിലൊക്കെ നന്നായിട്ട് പ്രോട്ടീനും അയണും ഒക്കെ കണ്ടന്റ് നന്നായിട്ടുണ്ട്. ഈ ഒരു പംകിൻ സീഡിലായാലും നല്ല ഒരു അയൺ കണ്ടന്റ് നന്നായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും കഴിക്കണം. പിന്നെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കാൽഷ്യം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് ഡയറി പ്രൊഡക്ട്സ് നന്നായിട്ട് കഴിക്കാം. അപ്പൊ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് ക്രീമുള്ള മിൽക്ക്, ഈ പാടയുള്ള പാല്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ ബട്ടർ, ചീസ്, ഇതൊക്കെ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രഗ്നൻസിക്ക് കൂടുതൽ നിങ്ങൾക്ക് ചാൻസ് കൂടും. അപ്പൊ നിങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു ഡയറി പ്രോഡക്ട്സ് കഴിക്കുക. ഡെയിലി 2 ഗ്ലാസ് പാല് കുടിക്കുക. അതുപോലെ തന്നെ ബട്ടർ, ചീസ്, പിന്നെ യോഗേർട്ട്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ നമുക്ക് ഷെൽ ഫിഷുകളൊക്കെ നല്ലതാണ്. ഈ ഞണ്ട്, കക്ക, ഇതിലൊക്കെ നന്നായിട്ട് അയണും കാൽഷ്യം ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഷെൽ ഫിഷുകൾ നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക. അതുപോലെ തന്നെ അതിൽ നന്നായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സ്ട്രോബെറി, ബെറി ഐറ്റംസ് ആണ് കൂടുതലും കുറച്ചും കൂടി നല്ലത്. അപ്പൊ സ്ട്രോബെറി, അതുപോലെ തന്നെ ഈ ചെറി ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഈ ഒരു ബെറീസിൽ നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു എഗ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഫ്രൂട്ട്സിൽ പിന്നെ പറയാൻ വെച്ചാൽ ഓറഞ്ച്, അതുപോലെ തന്നെ അവക്കാഡോ, പിന്നെ ഈ സ്ട്രോബെറി, അതൊക്കെ കുറച്ചുകൂടി നല്ല കേട്ടോ. വൈറ്റമിൻ C കണ്ടന്റ് ഉള്ളതും അതുപോലെ തന്നെ അവക്കാഡോ നല്ലൊരു ഫ്രൂട്ടാണ്, നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരീഡ്സ് ഇറഗുലർ ആണ്, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു ഫുൾ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പീരീഡ്സ് പ്രോബ്ലം കുറച്ചൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് നന്നായിട്ട് നമ്മുടെ ഈസ്ട്രോജൻ ലെവൽ കൂട്ടും. അപ്പൊ നന്നായിട്ടും ഈ പാല്, പാട, അതുപോലെ തന്നെ ചീസ്, പിന്നെ പനീർ, ഈ ഒരു മിൽക്ക് പ്രൊഡക്ട്സിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതും കൂടി നിങ്ങളുടെ ഡയറ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ പ്രോട്ടീന്റെ കാര്യം പറഞ്ഞു. പ്രോട്ടീൻ എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രോട്ടീൻ കണ്ടിട്ട് നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസിക്ക് കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ കഴിക്കാതെ ഈ ഹോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇപ്പോൾ ബ്രെഡ്, വൈറ്റ് ബ്രെഡ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുക, മൾട്ടിഗ്രെയിൻ ബ്രെഡ് കഴിക്കുക. അതുപോലെ തന്നെ ഈ റൈസ് കഴിക്കുമ്പോൾ, ഈ ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ മൾട്ടിഗ്രെയിൻ ചപ്പാത്തിയിലോട്ട് മാറുക. അങ്ങനെയൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ഗ്രെയിൻസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അൺസാച്ചുറേറ്റഡ് ഫുഡാണ് മെയിൻ ആയിട്ട് കഴിക്കേണ്ടത്. അപ്പൊ സാച്ചുറേറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് ആയിട്ടുള്ള നമുക്ക് എന്താ ഈ എണ്ണയിൽ പൊരിക്കുന്നതും വറക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ കൂടുതലായിട്ടും ഈ നട്ട്സും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒലിവ് ഓയിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്. ഫിഷ്, അതുപോലെ തന്നെ സീഡ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു അൺസാച്ചുറേറ്റഡ് ഫുഡ്സിൽ പെടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാച്ചുറേറ്റഡ് ഫുഡ്സ് ആയി നമുക്ക് ഈ പേസ്ട്രീസ്, പാസ്ത, കേക്ക്, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ കുറച്ച് നാളത്തേക്ക് നിങ്ങളൊരു അവോയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. നട്ട്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വാൾനട്ട് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ വാൾനട്ട് നിങ്ങൾ നട്ട്സിൽ ഉൾപ്പെടുത്തുക, ബദാം ഉൾപ്പെടുത്തുക, കാഷ്യൂ, ബദാം, വാൾനട്ട്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഫുഡുകൾ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഫുഡുകൾ കഴിക്കണം, അത് കഴിക്കേണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫുഡ് നിങ്ങൾ കൂടുതലും ശ്രദ്ധ കൊടുത്തിട്ട് ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഇത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.